കേരള നിയമസഭയിലേക്ക് ആകെ 3 പേരെ മാത്രമേ ജയിപ്പിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞുള്ളൂ. അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും ചാത്തന്നൂർ ബി ഗോപകുമാറും. പക്ഷേ ഈ 3 പേരെ ഉള്ളെങ്കിലും അവിടെയും വലിയ ഈ കോൺഗ്രസിനകത്ത് നടന്ന അതേപോലത്തെ അടി ഇപ്പം ഇവിടെ നടക്കുന്നുണ്ട്. നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് അടി എന്തിനാണെന്ന് ചോദിച്ചാൽ, അതായത് ഇവരിൽ ഈ 3 പേരിൽ ആരായിരിക്കും നിയമസഭാ കക്ഷി നേതാവാകും എന്ന കാര്യത്തിൽ ഉള്ള തർക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോപകുമാറിനെ നമുക്ക് വിടാം. കാരണം ഗോപകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 നേതാക്കന്മാർക്കൊപ്പം പിടിച്ചിരിക്കാൻ പറ്റിയൊരു നേതാവായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 ദേശീയ നേതാക്കന്മാരാണ്. ദേശീയ നേതാവ് എന്ന് പറയാൻ വി മുരളീധരനെ ദേശീയ നേതാവ് എന്ന് പറയാൻ കാരണം അത് എം പി ആയിരുന്നിട്ടുണ്ട്, കേന്ദ്ര സഹമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അപ്പം ഈ 2 പേരും ആ നിലയ്ക്കാണ് പ്രസംഗിച്ചത്. അതുപോലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാളാണ്. ഇപ്പം കേരളത്തിലെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരു സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സീനിയോറിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ ഞാൻ പറയും വി മുരളീധരനാണെന്ന് പറയും. കാര്യം വി മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനായി ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് കേരളത്തിൽ ആകെപ്പാടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു കാലം 2016 കാലഘട്ടമാണ്. അതിനുശേഷം ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെയും ഈ പറയുന്ന രീതിക്ക് തന്നെയാണ്. ഇപ്പോഴാണ് ഒരു 3 സീറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ ബി.ജെ.പിക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി.ജെ.പിക്ക് ഉള്ളിൽ എല്ലാ കാലത്തും ഈ പറയുന്ന അധികാര തർക്കം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിലേത് പോലെ തന്നെ എന്ന് പറയേണ്ടി വരും. അല്ല, കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള അത്രയും ഇല്ല എന്ന് പറയുന്നില്ല. ഏകദേശം സമാനമായ സാഹചര്യം കോൺഗ്രസിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം LDF UDF എന്ന് പറയുന്ന 2 മുന്നണികൾക്ക് മാത്രമേ എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങൾ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നിട്ടുള്ളൂ. അതായത് CPM കോൺഗ്രസ് എന്ന് പറയുന്ന 2 പാർട്ടികളാണല്ലോ കേരളത്തിൽ അറിയപ്പെടുന്ന 2 പാർട്ടികൾ എന്ന് പറഞ്ഞാൽ. അതിന് കാരണം ഒരു തവണ ഈ പറയുന്ന പോലെ 5 വർഷം UDF ഭരിച്ചാൽ 5 വർഷം LDF ആണ് എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ തുടർന്നു വരുന്ന ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അധികാരം എന്ന് പറയുന്ന ഒരു സാധനം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന കാലം മുതൽ തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. സോ തെറ്റു പറയാൻ പറ്റില്ല. അതിനകത്ത് തമ്മിലടി നടക്കും. ഏറ്റവും കൂടുതൽ തമ്മിലടി നടക്കുന്ന പാർട്ടി ഏതാണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആണെന്ന് പറയും. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ BJP, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയെന്ന് ഞാൻ പറയുന്ന കാര്യത. BJP നോക്കൂ, BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് പരിഗണിച്ചു നോക്കൂ. കേരളത്തിലെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ കിട്ടിയിരുന്നത് 2014 O രാജഗോപാൽ ഒരു സീറ്റ് കിട്ടിയിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ല. പക്ഷെ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സീറ്റ് കിട്ടി എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ്, അതായത് ജോർജ് കുര്യനെ. അല്ലാതെ വേറെ യാതൊരു മാറ്റവും കേരളത്തിൽ ഇതുവരെയായി ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ജനായത്തപരമായിട്ട് അപ്പം ജോർജ് കുര്യന്റെ കാര്യം നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാര്യം ജോർജ് കുര്യനെ നേരിട്ട് രാജ്യസഭ MP എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അതേ രാജ്യസഭ MP ആയിരിക്കുകയും സഹമന്ത്രി ആയിരിക്കുകയും ചെയ്ത ഒരാളാണ്. ഈ കാലം അത്രയും നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ഒരു MLA പോലും ഇല്ലാത്ത ഒരു 5 വർഷം കടന്നുപോയി. പിന്നീട് വന്ന ഒരു 5 വർഷത്തേക്ക് ഒരു ജനാധിപത്യ പരമായിട്ട് ഒരു 3 MLA കിട്ടിയ സാഹചര്യം. എന്നാൽ ഇവിടെ നോക്കിക്കോളൂ, 35 MLA LDF നിൽക്കുന്നത്. ഈ 102 MLA UDF നിൽക്കുന്നത്. അപ്പം ഈ 2 മുന്നണികൾക്കിടയിലേക്ക് 3 MLA NDA അവിടെ എത്തുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ ഈ 3 പേരിൽ ആരാവണമെന്നതിനെ കുറിച്ച് ഒരു ചർച്ച വരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു ദുഷ്പ്രവണതയാണ്. കാര്യം നാളെ ഈ പറയുന്ന K. സുരേന്ദ്രൻ നാളെ ജയിച്ചു വരികയാണെന്ന് വെച്ചു, അല്ലെങ്കിൽ K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള ഒരു 10 പേര്, MD രമേശ് അടക്കമുള്ള ഒരു 10 പേര് നാളത്തെ ഒരു സാഹചര്യത്തിൽ ജയിച്ച് MLA വരികയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ആരാകും? അതിനകത്ത് രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവും, PS ശ്രീധരൻപിള്ള ഉണ്ടാവും. അപ്പം ഒന്ന് ആലോചിക്കും, ഇവരെല്ലാം സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടിരുന്ന K. സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ സംസ്ഥാന അധ്യക്ഷനായിട്ടിരുന്ന ഒരാളാണ്, അപ്പൊ എനിക്ക് നിയമസഭാ കക്ഷി നേതാവാകണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ പറയും ഞാൻ ഇപ്പോഴത്തെ നിലവിലെയാണ്, എനിക്ക് നിയമസഭാ കക്ഷി നേതാവാകണം. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരന് സാധ്യത കുറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാന അധ്യക്ഷൻ ഇരട്ട പദവി എന്ന് പറയുന്ന സാധനം വരും. നിലവിൽ അയാൾ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരിക്കുകയും വേണം, ആ കൂടെ നിയമസഭാ അധ്യക്ഷനായിരിക്കുകയും അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവാകുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശപ്പെട്ട പ്രവണതയാണ്. സ്വാഭാവികമായിട്ട് ഇത് വി മുരളീധരൻ അർഹതപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിന്റെ പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് പലരും പറഞ്ഞത് ChatGPT നോക്കി വായിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നിലയിൽ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയാണ്, അദ്ദേഹത്തിന് മലയാളം അറിയില്ല എന്ന് തന്നെ കളിയാക്കുന്നതാണ്. അപ്പം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പൾസ് അറിയില്ല.
വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പൾസ് അറിയാം, അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അക്ഷരം പിന്നെ തെറ്റാതെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ശേഷി വി മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനുണ്ട്. അത് വാസ്തവമാണ്. അപ്പം വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ക്വാളിറ്റി ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും പകുതി മനസ്സിലാക്കുന്ന, അന്ന് ഈ പറഞ്ഞ സുരേഷിനെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എസ് സുരേഷിനെ കൊണ്ട് നിയമസഭയിൽ പോയിരിക്കാൻ പറ്റത്തില്ല, നിയമസഭാ കക്ഷി നേതാവാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനും പോസിബിലിറ്റി ഇല്ല. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തന്നെയുമല്ല, ഇവർക്ക് എല്ലാവർക്കും ഇനി ഒരു സീറ്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ നിയമസഭാ കക്ഷി നേതാവാകുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവര് അതിന് അവകാശവാദം ഉന്നയിച്ചാലോ നാളെ പിന്നെ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പം സ്വന്തം കാര്യങ്ങൾ നേടുക, അല്ലെ തനിക്ക് എല്ലായിടത്തും ഒരേപോലെ നിൽക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ആയിരിക്കും നേതാവ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന മനഃപൂർവ്വ ശ്രമങ്ങളാണ്. വി മുരളീധരനെ കൊണ്ട് വി മുരളീധരന്റെ കഴിവുണ്ട്. അയാൾ ഇടയ്ക്ക് പെട്രോളിയം വില വർധനയെ കുറിച്ച് അയാളോട് ചോദിക്കായിരുന്നാ മതി. അന്നേരമാണ് ആ പടം തെറ്റിപ്പോകുന്നത്. അപ്പം വി മുരളീധരന് കുഴപ്പമില്ല, പിന്നെ അദ്ദേഹത്തിന് നിൽക്കാം. പിന്നെ ഗോപകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗോപകുമാർ പിന്നെ ഈ പറയുന്ന ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നേരത്തെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു പാർലമെന്ററി പൊളിറ്റിക്സിൽ നിന്ന് പുള്ളിയെ മാറ്റി നിർത്തിയ, അല്ലെങ്കിൽ പുള്ളിക്ക് അർഹതയില്ല, അല്ലെങ്കിൽ അതിനകത്ത് കയറാനുള്ള യോഗ്യതയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേരിൽ ഒരാൾ വി മുരളീധരനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാര്യം അദ്ദേഹത്തിന് കേരളത്തിന്റെ മനസ്സറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതികൾ അറിയാം, അവിടെ എന്തൊക്കെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതിനെ കുറിച്ച് അറിയാം. അല്ലാതെ അവിടെ പോയിരുന്നുണ്ട് ഇതിനെക്കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലാത്ത പിന്നെ രാജീവ് ചന്ദ്രശേഖർ ChatGPT-ക്കകത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ തന്നെയല്ല, എന്തൊക്കെയോ ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വി മുരളീധരനും അറിയാം, കേരളത്തിനകത്ത് UDF-മായി ചേർന്നിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി മുരളീധരൻ അത് മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുൻപെങ്ങും നൽകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി നൽകാത്ത വിധത്തിൽ 2020 പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും BDJS-നെ പോലെ പാർട്ടിക്കും ഒക്കെ ഇവിടെ വാരിക്കോരി സീറ്റ് നൽകുകയാണ്. അതും വളരെ പ്രാധാന്യമുള്ള സീറ്റുകൾ, തൃപ്പൂണിത്തുറ പോലെയുള്ള വളരെ പ്രാധാന്യമുള്ള പാർട്ടി അത്യാവശ്യമായി ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ പോലും ഈ പറയുന്ന അതും ഗുണകരമല്ലാത്ത സ്ഥാനാർത്ഥികളെ പോലും അവിടെ നിർത്തി മത്സരിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി, കുന്നത്തനാട് അടക്കമുള്ള മണ്ഡലങ്ങൾ. അപ്പം അത്തരത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുണ്ട്. അതിനെ ഊതി വീർപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇനി വരും ഭാവിയിൽ ഈ വരുന്ന 5 വർഷക്കാലം രാജീവ് ചന്ദ്രശേഖരന് മനസ്സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. ഇവിടെ പിന്നെ കെ സുരേന്ദ്രനുണ്ട്. കാരണം കെ സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ ഇത്തവണ മഞ്ചേശ്വരത്ത് ജയിക്കും എന്ന് കെ സുരേന്ദ്രൻ ഉറപ്പുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ തവണ വളരെ തുച്ഛമായ വോട്ടിനാണ് അദ്ദേഹം അവിടെ കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇത്തവണ നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, പാലക്കാട് ഇത്തവണ ശോഭയ്ക്ക് ലഭിക്കും എന്ന് ശോഭാ സുരേന്ദ്രന് കൃത്യമായ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസവും പോലും നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഏതൊക്കെയോ ശ്രമങ്ങളാണ്, ഏതൊക്കെയോ ഡീലുകളാണ് എന്ന് ഈ പറയുന്ന നേതൃത്വത്തിന് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും ഇത് വി മുരളീധരൻ തന്നെയാണ് ശരിക്കും ആവേണ്ടത്. പിന്നെ തന്നെയല്ല, പാർട്ടിയുടെ ചരട് പുള്ളിയുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖരൻ. അപ്പം പിന്നെ അങ്ങോട്ട് കേന്ദ്രത്തിൽ ചെന്നാലും പുള്ളിയുടെ കയ്യിൽ തന്നെ ചരട് ഇരിക്കുകയുള്ളൂ. അവന് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന വി മുരളീധരനെ പോലെ ഒരു നേതാവിനെയാണ്, പക്ഷെ പാർട്ടി ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിന് വീണ്ടും കൊടുക്കാൻ വേണ്ടി തന്നെയാണ്.